our tour.1961 എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബക്കിംഗ്ഹാം പാലസ് ആണ്. ബക്കിംഗ്ഹാം പാലസിന് പ്രധാനമായും 4 കവാടങ്ങളാണ് ഉള്ളത്. പ്രധാന കവാടത്തിൻ്റെ പേര് സെൻട്രൽ ഗേറ്റ് എന്നാണ്. ഇത് കിഴക്കു ഭാഗത്തേക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ഈ കൊട്ടാരത്തിന് ചുറ്റുമായി മനോഹരമായ ഒരു പൂന്തോട്ടവും ജലധാരയും ഉണ്ട്. ഇതാണ് പ്രധാന കവാടം. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് മുന്നിലുള്ള പ്രതിമ വിക്ടോറിയ രാജ്ഞിയുടേതാണ്. 1911 ശില്പി തോമസ് ബ്രോക്ക് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഈ സ്മാരകത്തിന് 25 മീറ്റർ ഉയരമുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സ്മാരകം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ വിവിധ വ്യക്തികളുടെയും പ്രതിമകളുണ്ട് ഈ സ്മാരകത്തിൽ. ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരം ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ്. ഇത് ലണ്ടനിലെ കൊട്ടാരങ്ങളിൽ ഏറ്റവും വലുതാണ്. 1837 മുതൽ ഇത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായി പ്രവർത്തിച്ചു വരുന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ പ്രധാന ഭരണകേന്ദ്രവും ഇതുതന്നെയാണ്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ 775 മുറികളുണ്ട്. ഇതിൽ 19 സ്റ്റേറ്റ് റൂമുകളും 52 റോയൽ അതിഥി കിടപ്പുമുറികളും 188 സ്റ്റാഫ് കിടപ്പുമുറികളും 92 ഓഫീസുകളും 72 കുളിമുറികളും ഉൾപ്പെടുന്നു. കൊട്ടാരത്തിൻ്റെ മൊത്തം വിസ്തീർണം 77,000 ചതുരശ്ര മീറ്ററാണ്. ഈ കൊട്ടാരത്തിനുള്ളിൽ ഒരു പോസ്റ്റ് ഓഫീസ്, സിനിമാ തിയേറ്റർ, നീന്തൽക്കുളം, ഡോക്ടറുടെ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ട്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിനുള്ളിൽ ഒരു വലിയൊരു പൂന്തോട്ടമുണ്ട്. ലണ്ടനിലെ ഏറ്റവും വലിയ സ്വകാര്യ പൂന്തോട്ടവും ഇതുതന്നെയാണ്. ഈ പൂന്തോട്ടത്തിൽ 350 അധികം ഇനം കാട്ടുപൂക്കളും 200-ലധികം പക്ഷികളും ഉണ്ട്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ കൊട്ടാരം സന്ദർശിക്കുന്നു. ഇവിടെ ഒരു വലിയ മ്യൂസിയവും ഗാലറിയുമുണ്ട്. ഇവിടെ രാജകീയ ശേഖരത്തിലെ കലാസൃഷ്ടികളും പുരാവസ്തുക്കളും പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരം ഒരു ചരിത്രപരമായ സ്ഥലമാണ്. 1703 ബക്കിംഗ്ഹാം പ്രഭുവിൻ്റെ വസതിയായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 1761 ജോർജ് 3-ാമൻ രാജാവ് ഇത് വിലയ്ക്ക് വാങ്ങി. പിന്നീട് ജോർജ് 4-ാമൻ രാജാവിൻ്റെ കാലത്ത് കൊട്ടാരം വിപുലീകരിച്ചത്. 1837 വിക്ടോറിയ രാജ്ഞി കൊട്ടാരം ഔദ്യോഗിക വസതിയാക്കി മാറ്റി. ഇതിനകത്ത് വലിയൊരു ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനകത്ത് വലിയൊരു സംഗീത ഉപകരണങ്ങളുടെ ശേഖരം തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വലിയൊരു ആർട്ട് ഗാലറിയുണ്ട്. ഈ ആർട്ട് ഗാലറിയിൽ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ എന്നിവരുടെ ലോകപ്രശസ്തരായ കലാകാരന്മാരുടെ സൃഷ്ടികളുണ്ട്. ഇതിനകത്ത് വലിയൊരു തിയേറ്ററും നീന്തൽക്കുളവുമുണ്ട്. ഇവിടുത്തെ ഗാർഡ് ചേഞ്ചിങ് സെറിമണി വളരെ പ്രശസ്തമായൊരു കാഴ്ചയാണ്. പഴയ കാവൽക്കാർ പുതിയ കാവൽക്കാർക്ക് അധികാരം കൈമാറുന്ന കാഴ്ച. ഇത് തിങ്കൾ, ബുധൻ, വെള്ളി തുടങ്ങിയ ദിവസങ്ങളിൽ കാലത്ത് 10:30 മണിക്കാണ് നടക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഞായറാഴ്ചയും ഇത് നടക്കാറുണ്ട്. വേനൽക്കാലത്ത് ഈ കൊട്ടാരത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് കയറി കാണാനുള്ള അവസരം ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് ഇതിനുള്ളിലുള്ള സ്റ്റേറ്റ് റൂമുകളും ആർട്ട് ഗാലറിയും പൂന്തോട്ടവും തുടങ്ങിയതെല്ലാം പൊതുജനങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനായുള്ള ടിക്കറ്റ് ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ജൂലൈ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയാണ് സന്ദർശന സമയം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾ ചെന്ന ദിവസം ഗാർഡ് ചേഞ്ചിങ് സെറിമണി ഉണ്ടായിരുന്നില്ല. ഈ കൊട്ടാരത്തിന് മുകളിൽ ഒരു ഫ്ലാഗ് പറക്കും. ഇതിൻ്റെ പേര് റോയൽ സ്റ്റാൻഡേർഡ് എന്നാണ്. ഇത് ബ്രിട്ടീഷ് രാജാവിൻ്റെ ഔദ്യോഗിക പതാകയാണ്. രാജാവ് കൊട്ടാരത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പതാക ഉയർത്താറുണ്ട്. രാജാവ് കൊട്ടാരത്തിൽ നിന്നും മാറിയാൽ യൂണിയൻ ജാക്ക് എന്ന പതാകയാണ് ഉയർത്തുക. യൂണിയൻ ജാക്ക് എന്ന പതാക ബ്രിട്ടൻ്റെ ദേശീയ പതാകയാണ്. യൂണിയൻ ജാക്ക് പതാക ബ്രിട്ടൻ്റെ ചരിത്രപരമായ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ഈ പതാകയിൽ ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും അയർലൻഡിൻ്റെയും പതാകകൾ ചേർന്നിരിക്കുന്നു. ഇംഗ്ലണ്ടിനെയും സ്കോട്ട്ലൻഡിനെയും അയർലൻഡിനെയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രധാന എംബ്ലമാണ് ഈ കണ്ടത്. കഷ്ടിച്ച് 2 മണിക്കൂർ ഇവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബക്കിംഗ്ഹാം പാലസ് ഞങ്ങളോടൊപ്പം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അടുത്ത സ്ഥലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.